അയക്ക് കിട്ടിക്കഴിഞ്ഞാൽ അയാൾ നോക്കുകയൊക്കെ ചെയ്യാം. അതിനുശേഷം ഇത് പാർട്ടി പോളിറ്റ് ബ്യൂറോയിൽ സമർപ്പിക്കണം. അതായത് MA ബേബിയുടെ കയ്യിൽ കത്തെത്തിയിരിക്കണം. ഇൻവേരിയബിളി പാർട്ടി ജനറൽ സെക്രട്ടറി എന്നുള്ള കയ്യിൽ MA ബേബിയുടെ കയ്യിൽ കത്തെത്തിയിരിക്കണം. MA ബേബിയുടെ കയ്യിൽ കത്തെത്തിയിട്ടുണ്ടോ? തവള MA ബേബിക്ക് കത്ത് കൊടുത്തിട്ടുണ്ടോ? അങ്ങനത്തെ ഒത്തിരി ചോദ്യങ്ങളുണ്ട്. അതല്ല CPM-നെ പിടിച്ചുലയ്ക്കുന്ന ഒരു കത്ത്, ആ കത്തിനകത്ത് ആ കത്ത് വന്ന ശേഷം അത് അസംബന്ധമെന്നും അങ്ങനെയൊക്കെ അവർ പറയുന്നുണ്ട്. പക്ഷേ ആ കത്ത് ചോർച്ചയിൽ ഉത്തരമില്ലാത്ത കുറച്ച് ചോദ്യങ്ങളുണ്ട്. അത് ഞാൻ ആ ചോദ്യങ്ങൾ ഞാൻ ചോദിക്കുന്നില്ല, എന്നാലും സാറിന് അതിനെക്കുറിച്ച് പറയാൻ കഴിയും. കുറച്ച് ചോദ്യങ്ങൾ അതിൽ വരുന്നുണ്ട്. ഈ കത്ത് എങ്ങനെ പുറത്തു വന്നു? അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടൊരു ചോദ്യമാണ് പോളിറ്റ് ബ്യൂറോയ്ക്ക് കൊടുത്തൊരു കത്ത് എങ്ങനെ പുറത്തു വന്നു? അപ്പം നിങ്ങളെ കൊണ്ട് ഈ ചോദ്യം ചോദിപ്പിച്ചു എന്നുള്ളതാണ് CPM-ൻ്റെ വിജയം. മാധ്യമപ്രവർത്തകരെ കൊണ്ടും നിരീക്ഷകരെ കൊണ്ടും കത്തിൻ്റെ ചോർച്ചയെപ്പറ്റി സംസാരിക്കുന്ന ഒരവസ്ഥ ഉണ്ടാക്കി എന്നുള്ളതാണ് CPM-ൻ്റെ തന്ത്രപരമായ വിജയം. ഇവിടെ വിഷയം കത്തിൻ്റെ ചോർച്ചയാണോ? അത് സാധാരണ കേരളത്തെ ബാധിക്കുന്ന പ്രശ്നമാണോ? CPM-ൻ്റെ ഒരു കത്ത് ചോർന്നു എന്നുള്ളത് കേരളത്തെ ബാധിക്കുന്ന പ്രശ്നമാണോ? കത്തിൻ്റെ ഉള്ളടക്കമാണ് പ്രശ്നം. തീർച്ചയായിട്ടും കത്തിൻ്റെ ഉള്ളടക്കത്തെ ഇവരാരെങ്കിലും നിഷേധിച്ചിട്ടുണ്ടോ? കത്തിൻ്റെ ഉള്ളടക്കത്തെ, അതായത് കുറ്റപ്പെടുത്തുന്ന വ്യക്തി രാജേഷ് കൃഷ്ണൻ എന്ന് പറയുന്ന കുറ്റപ്പെടുത്തുന്ന വ്യക്തിക്കെതിരെയുള്ളൊരു കത്ത് ഈ പറയുന്ന PBക്ക് കൊടുത്ത ഷർഷാദ് എന്ന് പറയുന്ന വ്യക്തി കൊടുത്തത് അശോക് ധവള എന്ന് പറയുന്ന മറ്റൊരു PB മെമ്പറിന്റെ കയ്യിലാണ്. ആ കത്ത് തിരിച്ചു തന്നെ രാജേഷ് കൃഷ്ണയ്ക്ക് കിട്ടുന്നു. അത് എങ്ങനെ അതിനകത്ത് ഇങ്ങനൊരു കത്ത് നിങ്ങൾക്കെതിരെ പോയിട്ടുണ്ട് എന്നത്, ഷർഷാദ് കൊടുത്ത കത്ത് തിരിച്ച് രാജേഷ് കൃഷ്ണൻ അത് എങ്ങനെ കിട്ടി? അല്ലെങ്കിൽ അത് അന്വേഷിച്ച് കണ്ടുപിടിക്കാൻ ആരെല്ലാം വഴി ഈ കത്ത് ചോരാം? അത് ഒന്നാലോചിക്കും. ആരെല്ലാം വഴി അത് എങ്ങനെ കത്ത് കിട്ടി? ആ കത്ത് കിട്ടാൻ കാരണക്കാരനായത് ഗോവിന്ദന്റെ മകനാണെങ്കിൽ അത് ശരിയാണോ? അത് ഗോവിന്ദന്റെ മകനെന്ന് ആര് പറയുന്നു? അത് ഇദ്ദേഹം പറയുന്നു, ഈ ഷർഷാദ് പറയുന്നു. എങ്കിൽ അതിന്റെ മറുപടി എന്ത്? പാർട്ടി ഗോവിന്ദന്റെ മകനാണ് കത്ത് കിട്ടിയിരിക്കുന്നതെന്ന് പറയുന്നു. ഗോവിന്ദന്റെ മകൻ ചോർത്തി കൊടുത്തു. ഗോവിന്ദന്റെ മകൻ ചോർത്തി കൊടുത്തു. അപ്പോൾ അവിടെ ചോദ്യങ്ങൾ പിന്നെ വരികയാണ്, ഗോവിന്ദന്റെ മകൻ ഇതാര് കൊടുത്തു? അടുത്ത ചോദ്യം വരികയാണ്, ഗോവിന്ദന്റെ മകൻ ഈ കത്ത്. അപ്പൊ അച്ഛന് കിട്ടിയ കത്തിന്റെ അച്ഛന്റെ ഫയലിനകത്ത് മകൻ കൈ. അപ്പോൾ പ്രതിയാകുന്ന നേരം ഒന്നാം പ്രതി. ഗോവിന്ദന്റെ പോളിറ്റ് ബ്യൂറോയ്ക്ക് കൊടുത്ത കത്ത്, അശോക് ധവളയുടെ കൈ കൊടുത്ത കത്ത് ഗോവിന്ദന്റെ കയ്യിൽ എങ്ങനെ വന്നു? ഇനി കത്തിൻ്റെ ചോർച്ച അന്വേഷിക്കാൻ പോയാൽ ഒരു വിഷയ സർക്കിളായത് എവിടെ എത്തും? ഗോവിന്ദൻ്റെ കയ്യിൽ ഈ കത്ത് എങ്ങനെ വന്നു? ഗോവിന്ദന് ചോർത്തണമെങ്കിൽ ഗോവിന്ദൻ്റെ കയ്യിൽ കത്ത് കിട്ടണ്ടേ? ഇതെങ്ങനെ വന്നു പറയോ? ആരുടെ കയ്യിലാണ് കത്ത് കൊടുത്തത്? ആരുടെ കയ്യിലാണ് കത്ത് കൊടുത്തത്? അശോക് ധവള PB മെമ്പറുടെ കയ്യിലാണ് കൊടുക്കുന്നത്. ഈ PB മെമ്പറാണ് ഇയാൾ സപ്പോസ് ടു ഈ കത്ത് അയക്ക് കിട്ടിക്കഴിഞ്ഞാൽ അയാൾ നോക്കുകയൊക്കെ ചെയ്യാം. അതിനുശേഷം ഇത് പാർട്ടി പോളിറ്റ് ബ്യൂറോയിൽ സമർപ്പിക്കണം. അതായത് MA ബേബിയുടെ കയ്യിൽ കത്തെത്തിയിരിക്കണം. ഇൻവേരിയബിളി പാർട്ടി ജനറൽ സെക്രട്ടറി എന്നുള്ള കയ്യിൽ MA ബേബിയുടെ കയ്യിൽ കത്തെത്തിയിരിക്കണം. MA ബേബിയുടെ കയ്യിൽ കത്തെത്തിയിട്ടുണ്ടോ? തവള MA ബേബിക്ക് കത്ത് കൊടുത്തിട്ടുണ്ടോ? അങ്ങനത്തെ ഒത്തിരി ചോദ്യങ്ങളുണ്ട്. അതല്ല ഇവിടെ സൈലൻ്റാണ്. പക്ഷേ അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, കേരളത്തിലെ ജനങ്ങൾക്ക് ബാധകമുള്ള കാര്യം ഇവരങ്ങോട്ടും ഇങ്ങോട്ടും പ്രേമലേഖനം എഴുതിയെന്നുള്ളതല്ല. ഇവരങ്ങോട്ടും ഇങ്ങോട്ടും അസൂയ കൊണ്ട് കത്തെഴുതിയെന്നുള്ളതല്ല. ഇവരുടെ സാമ്പത്തിക ഇടപാടുകളെക്കുറിച്ച് അറിയുക എന്നുള്ള നമ്മുടെ ആവശ്യമല്ല. അത് സ്റ്റേറ്റിൻ്റെ ആവശ്യമാണ്, കേന്ദ്ര ഗവൺമെൻറ് ആവശ്യമാണ്, ED ആവശ്യമാണ്. ഇത്രയും പൈസയുടെ കള്ളക്കണക്കിൻ്റെ കണക്ക്. ഈ കത്ത് ചോർച്ച എന്ന് പറഞ്ഞ് ഈ സംഭവം മാറ്റുന്നതിന് പകരം കത്തിലെ വസ്തുതകൾ ഇവർ നിഷേധിക്കുന്നുണ്ടോ ഇല്ലയോ? രാകേഷ് കൃഷ്ണ എന്ന് പറഞ്ഞൊരു വ്യക്തിയുണ്ടോ? ഷർഷാദ് എന്ന് പറഞ്ഞൊരു വ്യക്തിയുണ്ടോ? ഈ രാകേഷ് കൃഷ്ണ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ലണ്ടൻ ബ്രാഞ്ചിലല്ലേ, ലണ്ടൻ ഏരിയ കമ്മിറ്റി, ലണ്ടൻ എന്നാ ഒത്തിരി കമ്മിറ്റി ഉണ്ടല്ലോ. ഇതിലേതെങ്കിലും ഒരു കമ്മിറ്റിയുടെ എന്നാ അവിടുത്തെ ബ്രാഞ്ച് കമ്മിറ്റി, അവിടുത്തെ ബ്രാഞ്ച് കമ്മിറ്റി, പിന്നെ ഫ്രാക്ഷൻ എന്നൊക്കെ പല വാക്കുണ്ട് അവർക്ക്. അപ്പം ഫ്രാക്ഷനിൽ പെട്ടതാണോ? ഫ്രാക്ഷനിൽ സാർ, അവിടെ ഇങ്ങനെ താമസിക്കുകയാണെങ്കിൽ അവിടുത്തെ ഒരു ഘടകം അനുഭാവിയായ അസോസിയേറ്റ് ഓഫ് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് ഏജൻസി നിർവാഹക സമിതി അംഗമാണ്. ഇന്ത്യൻ UAE അസോസിയേറ്റ് ആയ ഒരു പാർട്ടിയുടെ CPM-ൻ്റെ അംഗമാണ് അവിടുത്തെ ഒരു ഘടകത്തിൽ രാജേഷ് കൃഷ്ണ. ആ കെയർ ഓഫിലാണ് അദ്ദേഹം ഇവിടെ പല കാര്യങ്ങളും വന്നിരിക്കുന്നത്. പിന്നെ ഗ്ലോബൽ ഇൻവെസ്റ്റേഴ്സ് മീറ്റിൽ വന്നിരിക്കുന്നത് അങ്ങനെയാണ്. പാർട്ടി സമ്മേളനത്തിൽ പങ്കെടുക്കാൻ നോക്കി അങ്ങനെയാണ്. അതിനെല്ലാം തടസ്സം നേരം PB ആണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം അത് PBയുടെ അടുത്ത് കിട്ടിയ കത്തിൻ്റെ വില തടക്കം നിൽക്കുന്നത്. അത് ആദ്യം ആലോചിക്കും. PBക്ക് സാർ 2022 ഇദ്ദേഹം കമ്മിറ്റി. അപ്പോൾ ഈ പരാതി ഇപ്പോഴുള്ളതല്ല, നേരത്തോടുള്ള പരാതിയാണ്. ഇതെന്തിനാണ് ഇത്രയും ദിവസം വെച്ചുകൊണ്ടിരുന്നത്? ആര് വെച്ചുകൊണ്ടിരുന്നു? എന്തിനു വെച്ചുകൊണ്ടിരുന്നു? ഇത്തരം ചോദ്യങ്ങളൊന്നും CPM നേതാക്കന്മാർ പറയുന്നില്ലല്ലോ. അതുപോലെ ഇദ്ദേഹത്തിനെ തല്ലിയതിന്റെ പേരിൽ പോലീസിൽ ഇദ്ദേഹം ഒരു പരാതി കൊടുത്തു. പോലീസ് കേസുണ്ട്. ആ പോലീസ് കേസ് ആര് ഒതുക്കിയത്? P ശശിയാണ്. അല്ല, ഇദ്ദേഹത്തെ പോലീസ് കേസ് P ശശി ഒതുക്കി. അതിനേക്കാൾ പ്രധാനപ്പെട്ടത് ഈ ഷാജൻസ്കറിയിൽ ലണ്ടനിൽ വെച്ച് തല്ലിയെന്ന് പറയുന്നുണ്ട്. തല്ലാൻ ചെന്നു തല്ലിയെന്നും പറയുന്നുണ്ട്. അതാരാ? ഇത് പ്രധാനപ്പെട്ടതാണ്.
രാജേഷ് കൃഷ്ണയുടെ പേര് അവിടെയും വരുന്നത്. പിണറായി വിജയനെ തെറി പറഞ്ഞതിൻ്റെ പേരിൽ, അല്ല തെറി പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൻ്റെ പേരിൽ ഈ ഷാജൻസ്കറിയിൽ ലണ്ടനിൽ വെച്ച് മാൻഹാൻഡിൽ ചെയ്യാൻ നോക്കി ഈ മനുഷ്യനെ. അപ്പോൾ ഈ രാകേഷ് കൃഷ്ണൻ എന്ന് പറഞ്ഞ ആളുമായി വളരെ അടുത്ത ബന്ധം CPM നേതാക്കൾക്കുണ്ട്. അത് സമ്മതിക്കുന്നതിന് പകരം കത്തിൻ്റെ ചോർച്ചയിലേക്ക് ഈ വിഷയം ഡൈവേർട്ട് ചെയ്യുന്നതുകൊണ്ട് മാന്യന്മാരെല്ലാം രക്ഷപ്പെടുമോ? ഐസക്കിൻ്റെ പേര് ഇതിനകത്തുണ്ടല്ലേ, ഐസക്കിന് കാശ് കിട്ടിയായിട്ട് പറയുന്നുണ്ട്, മേഴ്സിക്കുട്ടിയമ്മയ്ക്ക് കാശ് കിട്ടിയാന്ന് പറയുന്നുണ്ട്, MB രാജേഷിന് കാശ് കിട്ടിയാന്ന് പറയുന്നുണ്ട്. ഇനി പറയാത്ത പേരുകൾ അത്ര ഉണ്ടെന്നാണ്. അല്ല സാർ, ഇതിൽ മുൻ മന്ത്രി തോമസ് ഐസക്, മുൻ സ്പീക്കർ P ശ്രീരാമകൃഷ്ണൻ, മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശി എന്നിവരുമായിട്ടൊക്കെ തന്നെ രാജേഷ് കൃഷ്ണന് ബിനാമി ഇടപാടുകളുണ്ട്. അപ്പോൾ ഇത് അതിനെ കുറിച്ചൊന്നും പാർട്ടി ഇവർ പറയുന്നുണ്ടോ? ഞങ്ങൾക്ക് ബന്ധമില്ലെന്ന് ഐസക് പറയുന്നുണ്ട്. ഐസക്കിന്റെ ഇതിനെ സംഭവിക്കാൻ പോകുന്ന പറയും. ഇവരെല്ലാം ഈ പാർട്ടി പ്രമാണിമാരെല്ലാം മാനനഷ്ട കേസ് കൊടുക്കും. ആദ്യം ഫസ്റ്റ് ചെയ്യുന്ന വക്കീൽ നോട്ടീസ്, പിന്നെ പലരും വക്കീൽ നോട്ടീസ് അയച്ചു എന്ന് പറയുന്നതല്ലാതെ ഇപ്പോൾ കണ്ടിന്യൂസ് ആയിട്ടൊരു മാനനഷ്ട കേസ് നടക്കുന്നുണ്ടോ പലരും? എത്ര വക്കീലും. അല്ല സാർ, ഇതിൽ ഐസക് ഇപ്പം ഇങ്ങനെ പറഞ്ഞല്ലോ, അദ്ദേഹത്തിനെതിരെ കേസ് കൊടുക്കുന്നു. പണ്ട് സ്വപ്ന ഐസക്കിനെ പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ, പൊന്മുടിയിൽ ചെന്ന് ഇദ്ദേഹം കാത്തിരുന്നു, അവർ ചെന്നില്ല എന്ന് പറഞ്ഞു. ഐസക്കിനെ പറ്റി അത്ര ഒത്തിരി കഥകളുണ്ട്. ഐസക് അപ്പോൾ അതിനെല്ലാം കേസ് കൊടുക്കുമെന്ന് പറഞ്ഞ് പാർട്ടി പറഞ്ഞ് നിങ്ങൾ കൊടുത്തോന്ന് പറഞ്ഞു. ഐസക് അവിടെ എന്ത് കേസ്? അല്ല ഒരു നോട്ടീസ് അയക്കും, വക്കീൽ ഏതെങ്കിലും കൂട്ടുകാരനെ കൊണ്ടൊരു വക്കീൽ നോട്ടീസ് അയപ്പിക്കും. അത് മതി. MB പോകുന്നതിന് അതാ ചെയ്യാൻ പോകുന്നത്. ഇവർക്കറിയാം കേസ് എങ്ങനെ വക്കീൽ നോട്ടീസ് അയച്ച് കേസായി നടപടിയാകുമ്പോഴത്തേക്കും ലാവലിംഗ് കേസിന് എത്ര വർഷം എടുത്തു. നമ്മുടെ ഇപ്പോഴത്തെ നിയമ സംവിധാനത്തിൽ കൂടെ ഒരു കേസ് ഫയൽ ചെയ്ത് തീരുമാനം ഉണ്ടാകണമെങ്കിൽ എത്ര സമയം എടുക്കും പറയാമോ? സാമാന്യഗതിയിൽ മാനനഷ്ട കേസൊക്കെ വീണ്ടും അവധി വെച്ച് പോകും. പിന്നെ സുപ്രീം കോടതി ഫുൾ ബെഞ്ച് വരെ അപ്പീൽ പോകും. അതിനുള്ള സാമ്പത്തിക സ്ഥിതി ഉണ്ട് ഇവർക്ക്, ഇല്ലേ? നാട്ടുകാരുടെ കയ്യിൽ നിന്ന് കിട്ടിയ പൈസ വെച്ച് ഇവർ കേസ് നടത്തും. അപ്പം മേഴ്സിക്കുട്ടിയമ്മയുടെ കാര്യം ഇന്നത്തെ പത്രത്തിൽ വന്നു, ലാസ്റ്റ് വന്നു. മേഴ്സിക്കുട്ടി ഔട്ട്റൈറ്റ് ആയിട്ട് ഇതുപോലെ ഡിനൈ ചെയ്യില്ല. തോമസ് ഐസക്കിനേക്കാൾ ശക്തമായിട്ട് ഡിനൈ ചെയ്തു. എനിക്ക് ഈ മനുഷ്യനെ അറിയത്തില്ല, ഒരു പരിചയവുമില്ല, പിന്നെ എങ്ങനെ കാശ് ചിത്രം വരെ ഉണ്ട്. ഇന്നത്തെ മനോരമയിൽ ഇവർ ഒരുമിച്ചിരിക്കുന്ന പടമുണ്ട്. ഇത് പിണറായി വിജയൻ നിഷേധിച്ചു, എനിക്ക് പരിചയമില്ല എന്നും പറഞ്ഞു. സ്വപ്നയുടെ കാര്യത്തിൽ ശിവശങ്കറിൻ്റെ ഇത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാക്കന്മാരുടെ ഏറ്റവും വലിയ കൗശലം. കോൺഗ്രസ്സുകാർക്ക് അത്രയും കഴിവില്ല. ഇത് നഖശികാന്തം നിഷേധിക്കുക, അത് മുഴുവൻ ചാനലുകളിൽ വന്നിരുന്ന് വിളിച്ചു പറയാൻ കുറേ DYFIയുടെയും SFIയുടെയും നേതാക്കന്മാരുണ്ട്, ബുദ്ധിജീവികളുണ്ട്. ഇപ്പോൾ KR മീരോട് ചോദിച്ചാൽ പറയും അത് നിങ്ങൾ കെട്ടുകഥയാണെന്ന് പറയും. സച്ചിദാനന്ദനോട് ചോദിച്ചാൽ പറയും. ഇത്തരം കെട്ടുകഥകളുടെ പുറത്താണ്. അതിന് പുറമെ MB രാജേഷിന്റെ നിയമസഭാ തിരഞ്ഞെടുപ്പിലും 13 ലക്ഷം രൂപ കൊടുത്തിട്ടുണ്ട്. എൻ്റെ വോളി പൈസയുടെ അല്ല, ഇവരെല്ലാം പൈസ ഒരു രൂപയാണെങ്കിലും കൈപ്പറ്റിയിട്ടുണ്ടോ? രാജേഷ് കൃഷ്ണൻ അത് ഇൻകം ടാക്സ് റിട്ടേണിലോ ഇലക്ഷൻ കമ്മീഷൻ കൊടുക്കേണ്ട കണക്കിൽ വേണ്ടേ? ആലോചിച്ചോക്ക്. ഇലക്ഷൻ ആവശ്യത്തിനാണ് MB രാജേഷും മേഴ്സിക്കുട്ടിയമ്മയൊക്കെ ഈ പൈസ കൈപ്പറ്റിയിരിക്കുന്നതെങ്കിൽ എവിടെ കൊടുക്കണം കണക്ക്? ചാരിറ്റി പർപ്പസിനോ മറ്റെന്തെങ്കിലും എവിടെ കൊടുക്കണം? ഇൻകം ടാക്സിൻ്റെ ഈ കണക്ക്. ഈ കണക്കില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം സാർ, ഇങ്ങനെ നിലവിൽ ഇത്തരത്തിലുള്ള ഏതാണ്ട് 10-ലധികം ചോദ്യങ്ങൾക്ക് CPM ഉത്തരം പറയേണ്ടി വരും. CPM ഉത്തരം ഇല്ല. കാര്യം ഈ പറയുന്ന മന്ത്രിമാരുടെ പേര്, പഴയ മന്ത്രിമാരുടെ പേര്, ഇപ്പോൾ ഇരിക്കുന്ന രാജേഷിന്റെ പേര്, ഇങ്ങനെയൊക്കെ പറയുമ്പോൾ അതിനെ എങ്ങ് ചുമ്മാ എന്നും ഞാനോ നിങ്ങളോ ചോദിച്ചാൽ CPM ഉത്തരം പറയുന്നുണ്ട്. സുപ്രീം കോടതി ലാവലിംഗ് കേസ് ചോദിച്ചിട്ട് ഉത്തരം പറയുന്നില്ല. ചുമ്മാ എന്നും നേരെ മറിച്ച് പറഞ്ഞില്ലേ? അജിത് കുമാറിന്റെ വിജിലൻസ് കേസ് ഉത്തരം പറഞ്ഞില്ലേ? അതിന് അല്ല, നിരപരാധിയാണ്. ആര് പറഞ്ഞു? പിണറായി വിജയൻ പറഞ്ഞു. എൻ്റെ ഈ മന്ത്രിമാരുടെ കാര്യത്തിൽ പറയാത്ത? ഏതായാലും നമുക്ക് ഈ സംസാരം അവസാനിപ്പിക്കുമ്പോൾ ഇത്രയേ ഉള്ളൂ പറയാനുള്ളത്. അതായത് ഉത്തരമില്ലാത്ത നിരവധി ചോദ്യങ്ങൾക്ക് മുന്നിൽ CPM പ്രതിരോധത്തിലാണ്, പതറുകയാണ്. ഇതിലിപ്പോൾ CPMന് ഡിഫെൻഡ് ചെയ്യണമെങ്കിൽ അജിത് കുമാറിൻ്റെ കേസ് ഡിഫെൻഡ് ചെയ്യുന്ന മേഴ്സിക്കുട്ടിയമ്മയെ ഡിഫെൻഡ് ചെയ്യാനായിട്ടോ ഐസക്കിനെ ഡിഫെൻഡ് ചെയ്യാനായിട്ടോ MB രാജേഷിനെ ഡിഫെൻഡ് ചെയ്യാനായിട്ടോ പിണറായി വിജയൻ വരാത്തടത്തോളം കാലം ഒരു കാര്യം തീരുമാനിക്കാം: ഇത് പിണറായി വിജയൻ്റെ സർവ്വ അനുഗ്രഹങ്ങളും ആശീർവാദങ്ങളും മേടിച്ച് നടത്തിയ ഒരു ഇടപാടാണ്.